ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു ഡേ 4 ഓഫ് കശ്മീർ വ്ളോഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കശ്മീർ വരാൻ ഒരു ആഗ്രഹം തോന്നുന്നുണ്ടല്ലോ. എന്തായാലും തോന്നും, പറ്റുന്നവർ എന്തായാലും വരും. ബിക്കോസ് ഇത് പറയുന്ന പോലെ ഒരു ഹെവനാണ്, ഭൂമിയിലെ ഒരു സ്വർഗമാണ് കാശ്മീർ എന്ന് ഞാനിവിടെ പ്രതിപാദിക്കുന്നു ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നമ്മൾ ഇന്നും സെയിം ലൊക്കേഷനിലാണ്. ഇന്ന് നമ്മൾ ഗുൽമർഗിന്ന് എവിടെ പോവും? പെഹൽഗാം. എവിടെ പോവും? യെസ്, നമ്മൾ ഇന്നാണ് പെഹൽഗാമിലേക്ക് പോകുന്നത്. അപ്പൊ 9 മണിക്ക് നമ്മളെ ഡ്രൈവർ വരും. അപ്പൊ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ സ്പ്രെഡ് ഞാൻ ഇന്നത്തത് കാണിച്ചു തരാം. കമോൺ. ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് ഇവിടുത്തെ എപ്പോഴും നല്ലതാണ്. ബോൺവീറ്റ, ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ്, ഹോർലിക്സ്, പിന്നെന്താ ചൂട് പാല്, ഇഡ്ഡലി, വട, സാമ്പാർ, ഉപ്മ, ചോളി ഭട്ടൂര. പിന്നെ ഇവിടുത്തെ മെയിൻ സാധനമാണ് സ്റ്റഫ്ഡ് പൊറാട്ട. അന്ന് ആലു പൊറാട്ട ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ബോത്ത് സൗത്ത് ഇന്ത്യൻ ആൻഡ് നോർത്ത് ഇന്ത്യൻസ് അവർ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ റെഡിയായി ഇവിടുന്ന് ഗുൽമർഗിന്ന് നമ്മൾ പോകല. പെഹൽഗാമിലേക്ക് പോകുമ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം 2 ദിവസം ഗുൽമർഗ് വാസ് സോ ഗുഡ് ടു അസ്. ഗുൽമർഗും അതെ, ഈ പൈൻ നമ്മൾ നിന്ന റിസോർട്ടും അല്ല, ആൾക്കാരൊക്കെ ഭയങ്കര നല്ല ആൾക്കാരാണ്. അപ്പോൾ ഈ റൂമിന് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഞങ്ങൾ റൂമിലെ വ്യൂ ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു ഗൈസ്. ആർക്കെങ്കിലും ഇവിടെ റൂം എടുക്കാൻ താല്പര്യം കാശ്മീർ വരുമ്പോൾ നല്ലൊരു റൂമാട്ടോ ഇത്. ഞാനിത് കറക്റ്റ് റൂമിൻ്റെ ഇതൊക്കെ ഞാൻ കറക്റ്റ് കൊടുക്കാം. ഓക്കെ, പേരൊക്കെ. സോ ലെറ്റ്സ് ഗോ ടു പെഹൽഗാം. നമ്മൾ വ്ളോഗ്സ് ഒക്കെ കറക്റ്റായി ഫോളോ ചെയ്യുന്നവർക്ക് ഒരു കാര്യം തോന്നിയിട്ടുണ്ടാവും. കാരണം ഒരു ഡേ മിസ്സിംഗ് ആണല്ലോ. അതെ, നമ്മൾ ഗൊണ്ടോള റൈഡിന് പോയ ഡേ മിസ്സിംഗ് ആണ്. ഞാൻ ആ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ എൻ്റെ ആപ്പ് ഒന്ന് ക്രാഷായി, ഫോൺ ക്രാഷായി, അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നു അതിൻ്റെ ഇടയിൽ. അതാണ് വീഡിയോ ഇടാൻ ഇത്ര ലേറ്റ് ആയത്, ലോങ് വീഡിയോ. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഒരു മെമ്മറി എപ്പോഴും ആ വീഡിയോ നമ്മളിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചൊരു ദിവസമാണ്. പിന്നെ ഞാൻ നല്ല എഫേർട്ട് ഇട്ട് വീഡിയോ എടുത്ത് നല്ല ഭംഗിയിലുള്ള ഒരു വീഡിയോ എടുത്തൊരു ദിവസം കൂടിയായിരുന്നു അത്. പക്ഷെ ബൈത്തട്ടിൻ്റെ കുറച്ച് ക്ലിപ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ ഗൊണ്ടോള റൈഡിലെ ഇത് phase 1 വീഡിയോ ആട്ടോ. phase 1 സ്കീയിങ്, സ്നോ ബോർഡിങ്, അങ്ങനത്തെ കാര്യങ്ങളുള്ളത്. നമ്മൾ സ്കീയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെയർ ലിഫ്റ്റിംഗ് കണ്ടോ നിങ്ങൾ? ചെയർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മേരി ഷോൾഡർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് phase 2 എത്തുന്നതിന് മുമ്പേ. അപ്പൊ ഈ സ്കീയിങ് ചെയ്യുന്നവർക്ക് അവിടം വരെ ചെയർ ലിഫ്റ്റിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് സ്കീയിങ് ചെയ്ത് താഴോട്ട് വരാം. അപ്പൊ ഇതിപ്പോ ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയ സമയത്ത് ഇത്തും ബൈത്തട്ടും കൂടെ സ്നാക്സ് കഴിക്കുന്ന വീഡിയോ ആയിട്ട്. ഇതൊക്കെ കുറച്ചേ ഉള്ളൂ. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും, മുഴുവൻ കാണിക്കണം എന്നുണ്ടായിരുന്നു ആ സ്നോന്റെ എക്സ്പീരിയൻസ് ഒക്കെ. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, അതൊരു മെമ്മറി ആയിട്ട് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. അതങ്ങനെ നിന്നോട്ടെ. ആരെങ്കിലും കശ്മീർ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി പോകേണ്ട സ്ഥലമായിട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ വിചാരിച്ചിന് ഞാൻ ഐസായി മരവിച്ച് ചത്താലും വേണ്ടൂല എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പം ഞങ്ങൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ BTS ആട്ടോ. ഞാൻ സാരി കൊടുത്ത് ശരിക്കും എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധനമാണ് ടു സീ സ്നോ. അത് നടന്നു. പിന്നെ ഇങ്ങനെ ഒരു റെഡ് സാരി കൊടുത്തിട്ട് സ്നോയിലെ വീഡിയോ എടുക്കുക, അത് രണ്ടും നടന്നു. ഐ വാസ് സോ ഹാപ്പി ദാറ്റ് ഡേ. പക്ഷെ വ്ളോഗ് മിസ്സായതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അങ്ങനെ ഞങ്ങൾ phase 2 പോയി. phase 2 ഈ അപർവത് പീക്ക് വരുന്നത്. അത് ഏകദേശം ഒരു 13,000 14,000 ഫീറ്റ് ആണ് അതിൻ്റെ ഇത് വരുന്നത്, ഹൈറ്റ് വരുന്നത്. കറക്റ്റ് അറിയില്ല, എൻ്റെ ഒരു ഓർമ്മയെന്ന് പറയുന്നതാണ്. പിന്നെ ഈ ഗുൽമർഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ, ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ വേറെ രാജ്യത്തൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും കശ്മീരാണ് മക്കളെ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എന്ന് ഞാനിവിടെ പറയുന്നത്. ഈ ഒരു പോസ്റ്റ് കണ്ടോ? ഈ ഒരു പോസ്റ്റിന് അപ്പുറം POK ആണ്, പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരാണ്. അപ്പം നമുക്ക് ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ള ഏരിയയാണ് phase 2. എനിക്ക് phase 2 എനിക്ക് ഭയങ്കര ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ഈ വീഡിയോസ് ഒക്കെ എടുത്തത് ബൈത്തറിനാണ്. എനിക്ക് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ സോൾജേഴ്സ് ആയിരുന്നു. കാരണം നമ്മൾ നാടിന് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് അവരെ ഫാമിലിയും എല്ലാം നാട്ടിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ വന്ന് നമ്മൾ ബോർഡേഴ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന അവർക്ക് നമ്മൾ ശരിക്കും നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കണം. കാരണം ഇവിടെ ഒരു 2 സെക്കൻഡ് നിൽക്കാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിട്ടില്ല. ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടി എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പൊ അവര് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ട് ഇത് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ phase 2 താഴെ എത്തും വരെ എൻ്റെ മനസ്സിൽ ഫുള്ള്, ആക്ച്വലി പറഞ്ഞാൽ കാശ്മീർ ട്രിപ്പ് ഫുള്ള് എൻ്റെ മനസ്സിൽ സോൾജേഴ്സ് ആയിരുന്നു. എനിക്ക് അവരോടുള്ള റെസ്പെക്ട് ഒരു 1000 മടങ്ങ് കൂടി ഞാൻ ഈ കശ്മീർ പോയപ്പോൾ. ബിക്കോസ് നമുക്ക് ആ ഒരു
അത് ശരിക്കും അത് എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ പോയാൽ മനസ്സിലാവുമായിരിക്കും. ഇതിപ്പോ ഈ വീഡിയോസ് ഒക്കെ എടുത്ത ബൈത്താട്ടനാണ്. എനിക്കിപ്പോ പറയുമ്പോൾ സങ്കടം വരുന്നത് എന്താണെന്നറിയില്ല. ബട്ട് സ്റ്റിൽ ഇപ്പൊ അവർക്ക് കിട്ടുന്ന എന്തിനൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ഡിസേർവ് വാട്ട് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ കൂടുതൽ അവർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു ഫേസ് ടു കാണാൻ. പക്ഷെ ഞാൻ മുഴുവനായി കണ്ടില്ല. ഞാനൊരു മാഗി കടക്കാരൻ ചേട്ടന്റെ അടുത്ത് പോയി ഇരുന്നു. കാരണം എനിക്കൊരു അടി വെക്കാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഹോട്ട് ചോക്ലേറ്റ്, ചായ, മാഗി, ചൂട് കിട്ടാറുള്ള എല്ലാ സാധനം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു ഞാൻ. എന്നിട്ട് എനിക്കൊരു ചൂട് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ തണുപ്പല്ല, കാറ്റാണ് മെയിൻ സാധനം. തണുപ്പ് ഫേസ് വണ്ണിലും ഫേസ് ടൂലും ഏകദേശം സിമിലർ ആണ്. പക്ഷെ തണുത്ത കാറ്റും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ആയി വരുമ്പില്ലേ നമുക്ക് ഒട്ടും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ശരിക്കും ഈ ഓൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഉള്ളവർക്ക് തീരെ പറ്റൂല. അപ്പൊ ഞാൻ പറയുന്ന കുറച്ച് ഏജ്ഡ് ആയവരും ഇങ്ങനെ ഇഷ്യൂസ് ഉള്ളവരെല്ലാം ഡോക്ടർ കണ്ടിട്ട് കറക്റ്റായ ഒരു മെത്തേഡിൽ, ഒരു പ്രൊസീജിയറിൽ മാത്രം വരിക ഇവിടെ. കാരണം ഇഷ്യൂസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്യൂ ഉള്ള ആളല്ലെങ്കിൽ കൂടിയും എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടി. എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. മൂക്കിലും കണ്ണിലും എല്ലാം കെട്ടിയിട്ടും എനിക്ക് ആ ശ്വാസം മുട്ട് പോകുന്നില്ല. അപ്പൊ നമ്മളൊരു 10 മിനിറ്റ്സ്, മാക്സിമം ഒരു 15 മിനിറ്റ്സ് മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ. നമ്മൾ വേഗം താഴോട്ട് ഇറങ്ങിയിനി. പിന്നെ എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യണം ഗൈസ് കാശ്മീർ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ. അങ്ങനെ നമ്മളിതിപ്പോ നോർമൽ 3rd ഡേയിലെ വീഡിയോ ആണ്. ഇത്തുവിന് എൽസന്റെ വീട് കാണാനത്തെ ഭയങ്കര സങ്കടമാണ്. നമ്മളെ മല ഇറങ്ങി താഴോട്ട് പെഹൽഗാമിൽ വരുമ്പോ ഉണ്ടായത്. നമ്മളിപ്പം അവിടെ എത്തി, തൻമർഗിൽ നിന്നാണ് നമ്മൾ ഡ്രങ്കൻ വാട്ടർഫോൾസിലേക്ക് പോകേണ്ടത്. ഡ്രങ്കൻ വാട്ടർഫോൾസിൽ പോകാൻ അവിടേക്ക് ഒരു ബോർഡർ ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലായിടത്തും ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ സോൾജേഴ്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് ഡ്രങ്കൻ വാട്ടർഫോൾസിലേക്കുള്ള ക്യാബിനൊന്നും വിടുന്നില്ല. എന്തെങ്കിലും റീസൺ ഉണ്ടാവുമായിരിക്കും. സോ നമ്മൾ ട്രാവൽസ് പറഞ്ഞു അത് സ്കിപ്പ് ചെയ്യാം, വേറെ എന്തെങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഈ തൻമർഗ് എന്നാണ് ഗുൽമർഗിലേക്ക് പോകേണ്ട ഈ ബൂട്ട്സ്, മറ്റേ ഗ്ലൗസ് ഒക്കെ റെന്റിന് എടുക്കുന്നത്, അഥവാ വാങ്ങിയിട്ടില്ലെങ്കിൽ. അപ്പൊ നമ്മൾ ബൂട്ട്സ് റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കിയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ നമ്മളെ തിരിച്ചു കൊടുത്തു. പക്ഷെ നമ്മള് ഒറ്റക്കൊന്നും ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല എന്നാണ് ഞാൻ തോന്നുന്നത്. ബിക്കോസ് നമ്മളെ പറ്റിക്കാൻ ചുറ്റും ഒരു 1000കണക്കിന് ആൾക്കാർ, നമ്മൾ ഈ ചക്കയില് ഈച്ച വന്നിരിക്കുമല്ലോ അതുപോലെ വന്നിരിക്കും ആൾക്കാർ. അത് തരാം, ഇത് തരാം, ഇത് വാങ്ങാം, അവിടെ കൊണ്ടുപോകാം. ഒരു ട്രസ്റ്റഡ് ഏജൻസി വഴി വരുന്നതായിരിക്കും നമുക്ക് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിപ്പോകും, ഭയങ്കര ഒരു സ്ട്രെസ് ഫീൽ ചെയ്യും നമുക്ക്. ഇവരാകുമ്പോ എല്ലാം ഇവര് തന്നെ മാനേജ് ചെയ്തോളും, നമ്മളൊന്നും ചെയ്യാനില്ല. നമ്മൾ വന്ന ഏജൻസി പറയുന്നല്ല കേട്ടോ, നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെയാണ് വന്നത്. ഏതെങ്കിലും നല്ലൊരു ഏജൻസി വഴി ബുക്ക് ചെയ്ത് വരുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ബിക്കോസ് ഒറ്റക്ക് വന്നാൽ നമ്മൾ കബളിപ്പിക്കപ്പെടാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. സോ അതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മളെ ഐറ്റിനറി ഇല്ലാത്തൊരു സ്ഥലത്താണ് ആൾ കൊണ്ടുവന്നത്. നമ്മൾ ഇത് സ്കിപ്പ് ചെയ്തുകൊണ്ട് ആപ്പിൾ ഫോറസ്റ്റ്, വാൾനട്ട് ഫോറസ്റ്റ്, അങ്ങനത്തെ കുറെ ട്രീസ് ഒക്കെ ഉള്ള സ്ഥലം നമ്മൾ ഐറ്റിനറിയിൽ ഇല്ലായിരുന്നു. അപ്പൊ നല്ല ഫ്രഷ് ആപ്പിൾ ജ്യൂസ് ഒക്കെ വാങ്ങിത്തരാം, സാഫ്രൺ കാണിച്ചു തരാന്നൊക്കെയാണ് പറയുന്നത്. ബിക്കോസ് വേൾഡില് 2 സ്ഥലത്ത് മാത്രമേ സാഫ്രൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ഇറാൻ, ഒന്ന് കശ്മീർ. പിന്നെ കശ്മീരിലാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള സാഫ്രൺ, നമ്മൾ കുങ്കുമപ്പൂ ഉണ്ടാക്കുന്നത്. അപ്പം ഈ കുങ്കുമപ്പൂവിന് അയാൾ പറഞ്ഞ കിലോന് 4 ലക്ഷം രൂപയാണ് വില വരുന്നത്. ഇവരൊക്കെ ഈ മരുന്ന് കഴിക്കൂല പോലും. ഈ തലവേദന വന്ന ഇവര് 3 ബദാം, അങ്ങനെ പനി വന്നാല് 3 വേറെന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇയാള്. ഹോം റെമഡീസ് ആണ് ഇവര് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇനി അങ്ങനത്തെ ഒരു സ്ഥലത്താണ്, ഒരു ഗാവ്, ഒരു വില്ലേജിലാണ് പോകുന്നത്. സോ ലെറ്റ്സ് സീ, ഐ എം വെരി എക്സൈറ്റഡ്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഡ്രങ്കൻ വാട്ടർഫോൾ സ്കിപ്പ് ചെയ്യാം. നമ്മൾ എല്ലാ സ്ഥലത്തൊന്നും പോകുമ്പോ എന്തെങ്കിലും ഒരു സാധനം കാണാണ്ട് പോയാൽ മാത്രമേ നമുക്ക് പിന്നെയും ഇങ്ങോട്ട് വരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് അങ്ങനെ അവിടെ നിന്നോട്ടെ, നമുക്ക് എപ്പോഴെങ്കിലും ഇനി വരാൻ പറ്റുമെങ്കിൽ കാണാതെ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്പോട്ടാണ് ക്രാഫ്റ്റ് ഇന്ത്യ. ആർക്കൊക്കെ അറിയാമെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആക്ച്വലി ക്രാഫ്റ്റ് ഇന്ത്യയുടെ ഒരു ഔട്ട്ലെറ്റ് നമ്മൾ കൊച്ചി മട്ടാഞ്ചേരിയിലുണ്ട്. ഞാൻ അവിടെ പോയതാണ്. പക്ഷെ റേറ്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ into 10 times ആണ് അവിടെ റേറ്റ് വരുന്നത്. കാരണം ഇവിടുന്ന് കൊണ്ടിരുന്ന സാധനങ്ങളാണല്ലോ അവിടെ വിൽക്കുന്നത്. സോ അതിനുള്ള റേറ്റ് വ്യത്യാസം എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇവിടെ അകത്ത് കയറിയപ്പോൾ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഫുള്ള് പ്രയർ മാറ്റ്സ്, പിന്നെ പഷ്മിന, അങ്ങനത്തെ തുണികൾ. എന്തൊരു ഭംഗിയായിരുന്നു അറിയോ. ഇത് പകുതി മുക്കാലല്ല ഇവര് കൈകൊണ്ട് ഇങ്ങനെ തുന്നിയാണ് ഉണ്ടാക്കുന്നത് പ്രയർ മാറ്റ്സ്. പിന്നെ നമ്മൾ അമ്പലത്തില്, നമ്മൾ വീട്ടില് ചെറിയ മന്ദിരം ഉണ്ടാവില്ല, അവിടെയൊക്കെ നിലത്ത് ഫ്ലോറിൽ ഇങ്ങനെ വിരിക്കാൻ പറ്റുന്ന മാറ്റ്സ്. ഈ അപ്പൂപ്പനെ കണ്ടോ, ഈ അപ്പൂപ്പൻ ഇങ്ങനെ കൈകൊണ്ട് തുന്നിയാണ് ഗൈസ് ഈ മാറ്റ് പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ മെഷീൻ വർക്ക് ഉണ്ട് കേട്ടോ.
അതില്ലാന്നല്ല. പിന്നെ ഈ ഒരു ഗ്രീൻ കളറിൽ അവര് ഖുറാനിലെ ഏതോ ഭയങ്കര വിശുദ്ധ വചനങ്ങൾ അവരെങ്ങനെ മാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. സോ അതിന്റെ വേർഡ്സ് ഒക്കെയാണ് ഈ യെല്ലോ കളർ ഇങ്ങനത്തെ ഒരു കടലാസിലുള്ളത്. അത് അവര് അതിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്നതാണ്. സോ അവിടുന്ന് മുകളത്തെ സൈഡിലാണ് ഈ ബാഗ്സ്, സാരി, മറ്റേ കുർത്ത അതൊക്കെ ഉണ്ടായിരുന്നു. ഈ യെല്ലോ ബാഗ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. എനിക്കും ബൈത്തേട്ടും രണ്ടാക്കും ഭയങ്കര ഇഷ്ടമായി. സോ ഞങ്ങളത് വാങ്ങി. അതിന്റെ റേറ്റ് എനിക്കൊന്ന് ഏകദേശം 2000 ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ബാഗായിരുന്നു, നല്ല അടിപൊളി ബാഗാണ്. പക്ഷെ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് ക്വാളിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുർത്തി എടുത്തു. നമ്മൾ പശ്മിന ഷോൾ എടുക്കാന്നാ വിചാരിച്ചത്. പിന്നെ ഷോൾ നമ്മളങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കുർത്തി എടുക്കാം. കാരണം ലാസ്റ്റ് ഡേ നമ്മൾ ശ്രീനഗർ പോകുമല്ലോ. അപ്പൊ അവിടുന്ന് ദൽ ലേക്കില് മറ്റേ റിവറിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്നൊരു ഷോർട്ട് കുർത്തി എടുത്തു, ഒരു ബ്ലാക്ക്. ഇത് തന്നെയാണ് കേട്ടോ, നിങ്ങൾക്ക് ഇനി അപ്കമിങ് വീഡിയോസിൽ കാണാം. പിന്നെ അമ്മക്ക്, കാസർഗോഡുള്ള അമ്മക്ക് നമ്മളൊരു സാരിയാണ് ആടുന്നെടുത്ത എന്തോ ഒരു സിൽക്ക്, കശ്മീരി സിൽക്കിന്റെ ഒരു സാരി. പിന്നെ കാഞ്ഞങ്ങാടുള്ള അമ്മക്ക് സെയിം എൻ്റെ പോലത്തെ കുർത്തയുടെ വേറെ കളറ് ഡിസൈൻ വേറെ, അതാണ് അവിടുത്തെ അമ്മക്ക് എടുത്തത്. അപ്പൊ നമ്മൾ 3 പേർക്കും ഇവിടുന്ന് ഡ്രസ്സും എടുത്തു. പിന്നെ ഞങ്ങളൊരു ബാഗും എടുത്തു. നമ്മൾ ആക്ച്വലി പ്രെയർ മാറ്റ് വാങ്ങിക്കാനാണ് പോയത്, പക്ഷെ ഇത് 3 നമ്മൾ എടുത്തത്. എൻ്റെ ബാഗില്ലേ അവിടെ നിന്ന് പൊട്ടിപ്പോയി. അപ്പൊ അയാളില്ലേ, ഞാൻ അതൊക്കെ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു നാട്ടുകാരിങ്ങനെ ചെയ്തു തരും. അവര് താഴെ കൊണ്ടുപോയി അവിടെ മറ്റേ നെയ്ത്ത് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് എൻ്റെ ബാഗ് ശരിയാക്കി തന്നു അവര്. ഈ കശ്മീരി ആൾക്കാരെ ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരേ അല്ല. അവരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ഭയങ്കര പാവ ആൾക്കാരാന്ന് വെച്ചാൽ ഭയങ്കര ലോല ഹൃദയരാണ് അവര്. അവരിങ്ങനെ ഷൗട്ട് ചെയ്തൊന്നും സംസാരിക്കില്ല. ആരെങ്കിലും അടിയറ്റാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവരിങ്ങനെ ഭയങ്കര കാമായി, അടിയാക്കുന്ന ഒന്നാമത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഭയങ്കര കാമായിട്ട് എല്ലാ കാര്യവും അവർ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ട്രീസിന്റെ പേര് നിങ്ങൾക്ക് അറിയാം, ഇതാണ് നമ്മുടെ വില്ലോ ട്രീസ്. ഇതെന്നാണ് നമ്മൾ വില്ലീസ് ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, അവിടെ ക്രിക്കറ്റ് ബാറ്റ് വാങ്ങാൻ പോകുന്നത്. ഇത് മസ്റ്റേർഡിന്റെ ഫീൽഡാണ്. നമ്മൾ കടുക് ഇതുപോലെയാണ് ഉണ്ടാവുക, ഈ മഞ്ഞ. നമ്മൾ ഏതൊരു സിനിമയിലുണ്ടല്ലോ മറ്റേ മറ്റേ പഞ്ചാബി ഹൗസ്, പക്ഷെ പഞ്ചാബി ഹൗസ് അല്ല, ഒരു സിനിമയിൽ ഇതിന്റെ ആ ഒരു യെല്ലോ കളർ പാടമുണ്ട്. നമ്മൾ ഉണ്ണി മുകുന്ദനും സമൃദ്ധയിലുള്ള അതേത് സിനിമ ഞാനങ്ങ് മറന്നുപോയി. അങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പുൽവാമ എത്തി. പുൽവാമ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കും. നമ്മൾ 2019 പുൽവാമ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ടെററിസ്റ്റ് വന്ന വണ്ടി ഇപ്പോൾ കണ്ട സൈറ്റിലൂടെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വന്നിട്ട് അതിപ്പോൾ ഈ ട്രക്ക് പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് എക്സാക്ട് ആ സ്ഥലം എത്തുമ്പോഴാണ് നമ്മളെ CRPFന്റെ 3 തോന്നുന്നു 3 കോൺവോയ് വെഹിക്കിള് പിന്നെ പൊട്ടിത്തെറിക്കും. അതൊരു മനുഷ്യ ബോംബായിരുന്നു, മറ്റേ ടെററിസ്റ്റിന്റെ. അങ്ങനെ പൊട്ടിത്തെറിച്ച് ഏകദേശം ഒരു 40ഓളം CRPF ജവാന്മാർ മരിച്ചു എന്നാണ് പറയുന്നത് ആ സമയത്ത്. സോ ഇതുപോലെ എത്ര സ്ഥലമുണ്ട് കാശ്മീരിൽ. നമുക്കതിപ്പോൾ ശരിക്കും പോയി കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റും ഇതൊക്കെ വരുന്നുണ്ട്. ഐ ഫീൽ വെരി സാഡ്. നമുക്ക് ഭയങ്കര സങ്കടം തോന്നും ആ സ്ഥലം കാണുമ്പോൾ. അവിടെ നിന്ന് പിന്നെ നമ്മൾ പോയതാണ് ഈ കശ്മീരി കാവ, കുങ്കുമപ്പൂവ്, പിന്നെ ഷിലാജത്ത്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ കാര്യമായിട്ട് കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവരെയൊക്കെ ഭയങ്കര വെൽക്കമിങ് ആണ് കേട്ടോ അവിടുത്തെ ആൾക്കാരെല്ലാം. പിന്നെ അവർക്ക് നന്നായി സെല്ല് ചെയ്യാൻ അറിയാം. ഭയങ്കര അഗ്രസീവായി നമ്മളൊരു കാര്യം പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ ഭയങ്കര അഗ്രസീവ് ആവണമെന്നില്ല. ഭയങ്കര കാമായി എങ്ങനെ സെല്ല് ചെയ്യാന്ന് നമുക്ക് ഇവര് കാണിച്ചിരും കാശ്മീരി ആൾക്കാർ. അവിടെ ഫസ്റ്റ് നമുക്ക് അവര് കുങ്കുമപ്പൂവാണ് കാണിച്ചത്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പുൽവാമയിലെ പംഭോര പറഞ്ഞൊരു സ്ഥലത്താണ് ഇതിപ്പോൾ ഉള്ളത്, നമ്മളുള്ളത്. അത് സാഫ്രൺ ക്യാപിറ്റൽ ആണ് പോലും ഇന്ത്യയുടെ. പിന്നെ നമ്മൾ ശരിക്കും ഒരു കുങ്കുമപ്പൂവ്, അതായത് നമ്മൾ സാഫ്രൺ വാങ്ങിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് നല്ലത് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഒന്നാമത്തെ സ്മെല്ല്, രണ്ടാമത്തത് ടേസ്റ്റ്, ഭയങ്കര കുറച്ചൊരു കയ്പ്പ് ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ കളർ, നമ്മൾ പാലിലോ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കളർ ചെറിയ യെല്ലോയിഷ് ആയി വരും. പക്ഷെ ഈ നമ്മൾ സ്റ്റിഗ്മ ഉണ്ടല്ലോ ആ സാധനം, കുങ്കുമപ്പൂവിന്റെ കളർ എപ്പോഴും ഫേഡ് ചെയ്യാണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ എൻ്റെ സൈസും, ഇത് 4 വെച്ചിട്ടാണ് നമ്മളിത് നല്ലതാണോ മോശമാണോ എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഒരു കാവ എന്നുണ്ടായിരുന്നു. അയ്യോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അവരെ കാവ, നട്ട്സ് എല്ലാം പൊടിച്ചിട്ടിട്ട്. ഞാൻ കുടിച്ചതിൽ ബെസ്റ്റ് കാവ എനിക്കൊന്നും ഇതല്ല കേട്ടോ, മറ്റേ ഗണ്ടോളയിൽ നിന്ന് കുടിച്ചത് അടിപൊളി കാവയായിരുന്നു. പിന്നെ അവർ കാണിച്ച സാധനമാണ് ഷിലാജിത്ത്. അവർ പറഞ്ഞ നമ്മുടെ നാട്ടിലെ കന്മദം അങ്ങനെ എന്തോ പറഞ്ഞ സാധനമാണെന്ന്, പക്ഷെ എനിക്ക് എന്താന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാനിവിടെ കൂടുതൽ റിസർച്ച് ചെയ്യാൻ തോന്നിയില്ല എനിക്ക് അതിനെ പറ്റിയിട്ട്. അത് ഹിമാലയൻ റോക്ക് സോയിൽ അങ്ങനെ എന്തോ ആണ്, ഏജ്ഡ് ആയ ആൾക്കാർക്ക് കുടിക്കേണ്ട സാധനമാണ്. വീട്ടിൽ ഏജ്ഡ് പേരൻസ് ഉണ്ട്, കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞതാണ്. ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ കുറയും. പക്ഷെ എനിക്ക് അതിനോട് ഇങ്ങനത്തെ ഒരു സാധനം കണ്ടപ്പോഴേ എനിക്കത് ദേഹത്ത് കഴിക്കാനോ അങ്ങനെ തോന്നിയില്ല. അതിന്റെ കളറോ എന്താണെന്നറിയില്ല, അതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ നമ്മൾ ആൽമണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതൊന്ന് ഓയിൽ പോകുന്നുണ്ടെങ്കിലാണ് അത്ര ബെസ്റ്റ് ആൽമണ്ട്.
അപ്പോൾ നമ്മൾ പെഹൽഗാം പോകുന്നതിൻ്റെ അടുത്ത് ഖൻബൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അവിടെ നമ്മൾ കഴിക്കാൻ പോകുന്നതാണ്. ഇതാണ് ഫേമസ്, കാശ്മീരിൽ ഭയങ്കര ഫേമസ് ഉള്ള വസ്വാൻ റാമി. നമ്മളിതാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു കോസി ക്യൂട്ട് റെസ്റ്റോറൻറ്റ്, സിഫർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഇവിടെയാണ് പോലും മറ്റേ നമ്മളെ വിജയരാം മൂവി ഇല്ലേ, ഈ മൂവിയുടെ പേരെന്താ, ലിയോ മൂവിയുടെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെയൊക്കെയാണ് നടന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. അവിടെ ഇത്തുവിനൊക്കെ ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഡ്രസ് ഇട്ടിട്ട് ഇത്തു എന്നെ നോക്കുന്നുണ്ട്. നമുക്ക് പോയിട്ടപ്പോൾ വസ്വാൻ കഴിക്കാം. രണ്ടാക്കും കൂടി ഒന്ന് മതി എന്നാണ് അവർ പറഞ്ഞത്. ഭയങ്കര നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കുറേ ബേർഡ്സിൻ്റെ എല്ലാം സൗണ്ട് ഉണ്ട്. ബേർഡ്സിനെ കാണുന്നില്ല പക്ഷെ. വൈബിങ് അറ്റ് സിഫർ എന്നാണ് ഈ കടയുടെ പേര്. ഓക്കെ, നമുക്ക് പോയിട്ട് വസ്വാൻ കഴിക്കാം. അപ്പോൾ നമ്മളെ പ്ലാനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മളിന്ന് മറ്റെന്താ വസൻ അല്ല കഴിക്കുന്നത്, ബിക്കോസ് അതിൽ ഷീപ്പിൻ്റെ മീറ്റ് ഉണ്ട്. നമ്മൾ ഇതൊരു ഷീപ്പ് കഴിച്ചിട്ടില്ല. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സാധനം നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് വളരെ റിസ്ക്കിയാണ്. ആൻഡ് ദാറ്റ് നമുക്കിനി 2-3 ദിവസം ഉണ്ട് ഇവിടെ. സോ ഫസ്റ്റ് നമ്മളൊരു എന്താ ഇതാട്ടത്, അഫ്ഗാനി മസൂനി ഗാർലിക് ഫ്ലേവർ. സോ ഇത് ഗാർലിക് ഫ്ലേവറുള്ളൊരു തന്തൂരി ചിക്കൻ. Right. Now Nice. നല്ലുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വെരി നൈസ്. അപ്പം നമ്മൾ മെയിൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്താണ് ബക്ലാവ. നമ്മുടെ നാട്ടിലെ ബക്ലാവായിട്ട് നല്ല വ്യത്യാസമുണ്ട് ഇത് കാണാൻ തന്നെ. കുനാഫ ഏകദേശം സിമിലർ ആണ്. ഓക്കെ, സോ ബക്ലാവ ആൻഡ് കുനാഫ. ഇത്തും ഏതാ വേണ്ടേ? ബക്ലാവയോ? ഇത്തും അച്ഛനും ബക്ലാവ ട്രൈ ചെയ്തു. ഓക്കെ, എങ്ങനെയുണ്ട്? നിങ്ങൾ രണ്ടാമത് ടേസ്റ്റ് നോക്കുക, എങ്ങനെയുണ്ടെന്ന് പറ. ചൂടുണ്ടോ? കടിച്ചോ ഇത്തു. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ടോ ഇത്താട്ടോ? നല്ലുണ്ട്. പോകുന്നതാണ് കുനാഫ. ആക്ച്വലി ഞാൻ ട്രൈ ചെയ്യുന്ന വിചാരിച്ചതിന് നൈസായി ഇസ്കി പോയിട്ടാണ്. അമ്മ ഇത് ട്രൈ ചെയ്യും. ടേസ്റ്റ് ഉണ്ടാവൂല. ഇനി ഗസ്. ആ, കൈ കൊണ്ട് പൊളിക്കണ്ട, അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ. എങ്ങനെയുണ്ട്? പൈത്തറിന് ഇഷ്ടമായിട്ട്. ഇത്തുന് ഇഷ്ടമായോ? നാട്ടിലൊക്കെ ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി തരുള്ളൂ. ഇവിടെ ഇത് ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്താണ് പറഞ്ഞത്. അപ്പോൾ ഞാനിനി ഫസ്റ്റ് ബക്ലാവ കഴിച്ചു നോക്കട്ടെ. ഇതല്ലേ ബക്ലാവ. ബക്ലാവ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. ഞാൻ കുനാഫ അമ്മ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് ചീസ് ഉണ്ട്, നോക്കാം.
ഇതേ അല്ല കുനാഫ. അവർക്ക് കുനാഫ എന്താ അറിയില്ലാന്ന് തോന്നുന്നു. അത് വെറുതെ ആ ബിരിയാണി വെച്ച് വായിയാൻ അങ്ങ് കളഞ്ഞു അല്ലേ. ബക്ലാവ കഴിഞ്ഞ ബക്ലാവേൻ്റെ ഇനി എല്ലും പൊടിയും മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇവർ ഫിനിഷ് ചെയ്തു. ബക്ലാവയാണ് കമ്പാരിറ്റീവ്ലി നല്ലത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയതാണ് ആപ്പിൾ ട്രീസ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്പിൾ ട്രീസിൽ ആപ്പിൾ ഒന്നും ഉണ്ടാവില്ല. ഞാൻ വെച്ചു 2 ഇലകളും തെങ്ങിലും ഉണ്ടാവുന്നത്. പക്ഷെ നല്ല പന്ന മരയായിരുന്നു ഗൈസ്. ഒറ്റ ഇല പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഞാൻ ശരിക്കും ഫോട്ടോസും വീഡിയോസും ടി വിയിലും മറ്റേ ഇന്റർനെറ്റിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ മരങ്ങൾ. ഇത് ആപ്പിൾ ട്രീസ് ആണ്. ഇതിലിപ്പോൾ ഒന്നുമില്ല, കാരണം ഓഗസ്റ്റ് ഒക്ടോബർ ആണ് സീസൺ വരുന്നത്. ഇപ്പൊ ജസ്റ്റ് അവർ ബഡ്ഡിങ് ചെയ്തിട്ടുള്ള, അപ്പൊ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് ക്യാമറയിൽ കാണിക്കാൻ കാണില്ല. അത്രയും ചെറിയ ഫ്ലവേഴ്സ് ബഡ്ഡിങ് ചെയ്യുന്നതിന് ശേഷം കുഞ്ഞ് ബഡ്സായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത്തൂന് അവിടെ പോയി സ്പെല്ലിങ് അവക്കിപ്പോൾ സ്പെല്ലിങ് കണ്ട് ഐഡന്റിഫൈ ചെയ്ത് വായിക്കാൻ പറ്റും. അങ്ങനെ അത് വായിക്കുന്നുണ്ടായത്. APPLE എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ. അവിടെ നമുക്ക് ശരിക്കും ആപ്പിൾ തരും, പിന്നെ ആപ്പിൾ ജ്യൂസും തരും. അപ്പൊ നമ്മൾ അത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. സോ ഗൈസ്, ഇതാണ് ആപ്പിളിന്റെ മരം. ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ആപ്പിൾ കാണുന്നുണ്ടോ? കണ്ടോ? ഇത് ആപ്പിൾ അല്ല ഗൈസ്. ഇത് ഈ സാധനം പറിച്ചു തിന്നാൽ പണി കിട്ടും. ബിക്കോസ് ഇത് ഫേക്ക് ആപ്പിളാണ്. ഇപ്പൊ ആപ്പിളിന്റെ സീസൺ അല്ല. ഐ ഗെസ് ഓഗസ്റ്റ് ടു സെപ്റ്റംബർ ഒക്ടോബർ വരെയാണ് ആപ്പിളിന്റെ സീസൺ. ഇപ്പൊ ലീവ്സ് പോലും ഇല്ല, ഇങ്ങനെ സാധാരണ ചപ്പ മരം മാത്രമേ ഉള്ളൂ. ആപ്പിളിന്റെ പ്രൊഡക്ട്സ്, ആപ്പിൾ ചട്നി, പിന്നെ എന്താ ഗാർലിക് പിക്കിൾ, കാശ്മീരി ഗാർലിക് ചട്നി ഉണ്ട്. മൾബറിയുടെ ജാം ഉണ്ട്. പിന്നെ ലോട്ടസ് സ്റ്റെം, ഇത് നമ്മൾ വരുന്ന വഴിക്ക് കുറെ ആൾ വിൽക്കുന്നുണ്ട്. ലോട്ടസ് സ്റ്റെം, അതിന്റെ പിക്കിൾ ഉണ്ട്. മൾബറി ജാം, ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ ഇതേട്ടാ. പിന്നെന്താണ് ആപ്പിൾ സൈഡർ വിനീഗർ. ഇത് വെയിറ്റ് ലോസിന് ഭയങ്കര അടിപൊളി സാധനം ആപ്പിൾ സൈഡർ. ഹണി ഉണ്ട്. അവർ തരും എടുത്ത് തിന്നല്ലേ, അവർ തരും. ആപ്പിൾസ് ഇവിടെ പ്രിസർവ് ചെയ്യും അവർ കഴിഞ്ഞ സീസണിൽ. ഇതെന്തോ റെഡ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞൊരു ആപ്പിളാണ്. നല്ല തണുപ്പുണ്ട്. ആപ്പിൾ ആക്കുന്ന കാണാൻ പറ്റൂല, ആപ്പിൾ ജ്യൂസ് ആക്കുന്നേ കാണാൻ പറ്റും. അവിടെ അച്ഛൻ്റെ അടുത്ത് പോയി നിന്നപ്പോ അതാ ഈ അങ്കിളിന്റെ ആപ്പിൾ വാങ്ങിച്ചോ. ഇറ്റ്സ് ഓക്കെ, വാങ്ങിച്ചോ. എന്താ കടിച്ചു നോക്കിയ ടേസ്റ്റ് ഉണ്ടോന്ന്? ടേസ്റ്റ് ഉണ്ടോ? നൈസ്, യമ്മി. ആപ്പിൾ ഭയങ്കര സ്വീറ്റ് ആട്ടോ. കാണിച്ചത് ആപ്പിൾ ജ്യൂസ് ആക്കുന്ന കണ്ടോ? അവര് ആപ്പിൾ ഇട്ട് ഇടിച്ച് പിഴിയത്. നമ്മളെ നാട്ടിലത്തെ പോലത്തെ മെഷീനല്ല ഇത്. ആപ്പിൾ ജ്യൂസ് ആക്കുന്ന നോക്ക്. നമ്മളെ പറ്റി പറയുന്നതാണ്. ഇവരൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ ഇവിടുത്തെ ആൾക്കാർ. ആപ്പിൾ ജ്യൂസും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇത്തൂന് റെഡി അല്ലേ? ഇത്തൂന് നമ്മള് പ്ലെയിൻ ആപ്പിൾ ജ്യൂസ് ആണ് പറഞ്ഞത്. നമ്മൾക്ക് ഇവരെന്തോ ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്തിന്. ഇത് കുറച്ചൊരു ടേസ്റ്റ് ഉണ്ട്, കുറച്ചൊരു സ്വീറ്റ്നെസ് കട്ട് ചെയ്യുന്നുണ്ട്. ഇതോ ടേസ്റ്റ് ചെയ്തോ? ഇത് നല്ലുണ്ട് ഗൈസ്. ട്രൈ വിത്ത് ബ്ലാക്ക് സോൾട്ട്. ആപ്പിൾ ജ്യൂസും ബ്ലാക്ക് സോൾട്ടും നല്ല കോമ്പിനേഷൻ. വൈറ്റാൻ ഇഷ്ടപ്പെട്ടോ? നല്ലല്ലേ? അവിടെ നമ്മൾ മൾബറി ജാം, പിന്നെന്താ ആപ്പിളിൻ്റെ അച്ചാർ, അങ്ങനെ 2-3 സാധനങ്ങൾ വാങ്ങി നമ്മൾ നേരെ പോകുന്നത് ഇനി പെഹൽഗാമിലേക്കാണ്. അപ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ ഒരു കശ്മീരി നാനുണ്ട്. ഞാനത് എവിടെയും കണ്ടിട്ടുമില്ല. അപ്പം നമ്മളൊരു ഗാവിലൂടെ പോകുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ ഈ നാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ വേഗം വണ്ടി നിർത്തി പോയി വാങ്ങി.
എൻ്റെ മനസ്സിൽ ഇത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, കാരണം വീഡിയോസ് അങ്ങനെയാണ് കണ്ടത്. പക്ഷെ ഇത് നമ്മൾ നോർമൽ പൊറോട്ട ഇല്ലേ, പൊറോട്ട എനിക്കൊന്ന് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. പൊറോട്ടയുടെ സാധനമാണ്. മൈദയിൽ ഇങ്ങനെ കുറച്ചൊരു സ്വീറ്റ്നെസ് അല്ല, സാധാരണ പൊറോട്ട കുറച്ചൊരു കട്ടിയിൽ കഴിക്കാൻ എങ്ങനെ ഉണ്ടാവും അതുപോലെയായിരുന്നു ഉണ്ടായത്. കുറേ ഷേപ്പിലും കുറേ കളറിലും ഉണ്ട്. അതെന്താ വ്യത്യാസം എന്ന് വെച്ചപ്പോൾ അവർ കശ്മീരിയിൽ എന്താണ് പറഞ്ഞത് ഒട്ടും മനസ്സിലായില്ല. പിന്നെ അവിടെ ഒരു ക്യൂട്ട് അമ്മൂമ്മ ഇരുന്ന് പരത്തുന്നുണ്ടായിരുന്നു. പിന്നെ ഒരാൾ എന്തോ ഒരു തുണി പോലത്തെ ഒരു സാധനത്തിൽ ചുട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഭയങ്കര ടേസ്റ്റ് അല്ല, എനിക്ക് തോന്നുന്നു നമ്മളെ ഡ്രൈവർ മറ്റേ അവർ പറഞ്ഞെന്താ വെച്ചാൽ ഇവിടെ നംകീൻ ചായ കിട്ടും, ഉപ്പിട്ട ചായ കിട്ടും, അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഇത് ടേസ്റ്റ്. അല്ലാണ്ട് പ്ലെയിനായി കഴിക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് ഇല്ല, എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ചായൻ്റെ കൂടെ കുത്തി കഴിക്കാം അങ്ങനെയുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചെണ്ണം വാങ്ങി. നമുക്ക് റൂമിലെത്തി മൾബറി ജാം വാങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ മൾബറി ജാമിനൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു 2-3 വെറൈറ്റി വാങ്ങി. അപ്പോഴാണ് അവർ പറയുന്നത്, ഇതാണ് നമ്മൾ മറ്റേ ഡ്രൈവർ ഒരു പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കുത്തി കഴിക്കണം എന്നാലും മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന്. നമ്മൾ അവിടുന്ന് കുറേ വാങ്ങിയിട്ട് നമ്മൾ നേരെ പെഹൽഗാം പോയി. പെഹൽഗാമിൽ എത്തുമ്പം അവിടെ നമ്മൾ ഷീപ്പില്ലേ, ആട്, ചെമ്മരിയാട്, അത് ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് കല്ലാണോ ചെമ്മരിയാണോ അവിടെ വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവില്ല, രണ്ടും ഒരുപോലെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ആ റിവർ കാണാൻ എന്തോ ഒരു ഭംഗിയായിരുന്നു അറിയുക. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലിഡർ റിവർ. പെഹൽഗാമിലെ ഭയങ്കര ഫേമസ് റിവറാണ് ലിഡർ റിവർ. അപ്പം ഇതിന്റെ വെള്ളം ഉണ്ടല്ലോ, അയ്യോ ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. നമുക്ക് താഴെ എന്താ ഉള്ളത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. പക്ഷെ നല്ല തണുത്ത വെള്ളം എന്ന് വെച്ചാൽ ഫ്രിക്കിംഗ് കോൾഡ് ആയിരുന്നു ആ വെള്ളം. നമ്മൾ കാല് വെക്കുമ്പോൾ നമുക്കിങ്ങനെ തണുത്തിങ്ങനെ മരവിച്ച പോലെ ഫീൽ ചെയ്യാൻ ശരിക്കും പറ്റുമായിരുന്നു. പക്ഷെ ഇത്തൂന് എന്താ വെച്ചാൽ ആ മരവിപ്പ് ഒട്ടും കണ്ടില്ല. ഇത്തൂന് തീരെ തണുപ്പില്ലായിരുന്നു. വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്ന് കളിച്ച് കല്ലെല്ലാം പെറുക്കുന്നുണ്ടായിരുന്നു സുഖമായിട്ട്. അതെങ്ങനെയെന്ന് എനിക്ക് ഇതുവരെ ഡീകോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ പെഹൽഗാമിൽ മറ്റേ ഈ ആരു വാലി, ബേത്ത വാലി ഒക്കെ ഇതിൻ്റെ അടുത്താണ്. പക്ഷെ ഇപ്പോൾ ഈ മഞ്ഞുരുകാൻ തുടങ്ങിയപ്പോൾ അവിടെ ഫുള്ള് ചതപ്പ് സ്ഥലമാണല്ലോ, അപ്പോൾ അവിടെ ഫുൾ ചളിയാണ്, കാണാൻ വലിയ ഭംഗിയില്ല, പൂക്കളൊന്നും ഇല്ല എന്നാണ് നമ്മൾ ഈ ഇവർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ പെഹൽഗാം റിവറിന്റെ സൈഡ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. കാരണം ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് വെച്ച സ്നോ ഉള്ള മൗണ്ടെയിൻ ആണ്. അതിന്റെ തൊട്ട് താഴെ ഒരു എന്താ ഇങ്ങനെ റിവർ അങ്ങ് ഒഴുകി പോകുന്നു. അയ്യോ എന്തൊരു ഭംഗിയായിരുന്നു അറിയോ. ഞാനിത് ആ 4 കല്ലിന്റെ അടുത്ത് വരെ പോയിട്ട് അത് തൊട്ടിട്ട് ഏന്നാക്കിയെങ്കിൽ എനിക്കൊരാഗ്രഹം സഫലീകരിച്ചിരുന്നു. അവിടെ നിന്നിട്ട് ഏന്നാക്കണം. കല്ലിൽ ചവിട്ടാണ്ട് പോണോ? അവിടെ വെള്ളമില്ലേ ഇപ്പൊ? ഇല്ല തണുപ്പില്ലേ പാറു? തണുപ്പില്ലേ? iPhone 17 Pro Max. പിന്നെ പെഹൽഗാം അറ്റാക്ക് നടന്ന സ്ഥലവും നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്കത് എപ്പോഴും ഒരു പേടിയുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് മനസ്സോരോരോ പോലെ ആയിരിക്കുമല്ലോ. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് കല്ലുകൾ പെറുക്കി, ഒരു മെമ്മറി എപ്പോഴും ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളെപ്പോഴും വീട്ടിലുണ്ട് കേട്ടോ, നമ്മളെ കയ്യിലുണ്ട് ആ കല്ല്. നമ്മൾ അവിടെ നിന്ന് കശ്മീരിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പൈൻ സ്പ്രിങ്ങിൽ പോയി. നമ്മൾ ഗുൽമർഗിലും പൈൻ സ്പ്രിങ്ങിലാണ് നിന്നത്, പെഹൽഗാമിലും പൈൻ സ്പ്രിങ്ങിലാണ് നിൽക്കുന്നത്. നല്ല ഹോട്ടലായിരുന്നു. എനിക്കൊരു ഡൊറോത്തി മദാമയിൽ നമ്മൾ മറ്റേ ഇൻഗോസ്റ്റ് ഹൗസിൻ ആ ഒരു ഹോട്ടലിന്റെ വൈബായിരുന്നു. ഒരു പോർച്ചുഗീസ് ഇംഗ്ലീഷ് ആർക്കിടെക്ചറിലാണ് സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പൈൻ സ്പ്രിങ്ങിന്റെ ഹോട്ടൽസ് ഒക്കെ നല്ലതാണ്. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവര് കാവ തന്നിന്. കാവ കുടിച്ചിട്ടാവാനായി. ബദാം ആക്ച്വലി കാവയില് ബദാം ഇടില്ല, പ്ലെയിൻ പൊടിയാണ്. അവർ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഈ ബദാമെല്ലാം പൊടിച്ചിടുന്നതെന്നാണ് ഇന്ന് നമ്മൾ കാവ വാങ്ങിക്കാൻ പോയപ്പോൾ ആ കടയിൽ ആ ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഈ ക്ലൈമറ്റിന് കാവ കുടിക്കാൻ ഭയങ്കര നമുക്ക് വാൾനട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പോയത് വാൾനട്ട് ഉണ്ട്. പിന്നെ ആ കാവ ഏറ്റവും ടേസ്റ്റ് അതാണ്. അല്ല, എനിക്ക് മോളിന്ന് കിട്ടിയ വാൾനട്ടാ. നമ്മൾ ഇന്നലെ ഫേസ് 1 എന്നൊരു കാവ കുടിച്ചിട്ടേ, നിങ്ങൾ എണ്ണ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക്. പക്ഷെ അത് ഭയങ്കര ഇഷ്ടമായി. ഇതിലെന്താ അറിയോ, ഭയങ്കര റിച്ച്, ഫുൾ ആൽമണ്ട്, വാൾനട്ട്സ്, പിസ്ത. ഇത് വേറെ ഒരു ടേസ്റ്റ്. കാവ എല്ലായിടത്തും കാവ്യം സിമിലർ അല്ലേ, എല്ലാം ഓരോരോ ടേസ്റ്റാണ്. ഇതിപ്പോൾ കുടിക്കാൻ നല്ല സുഖമുണ്ട് എന്തായാലും. ഈ വ്യൂവും ഈ ബാൽക്കണിയും കാവയും എല്ലാം കൂടെ ഒരു മറ്റേ മണിരത്നം ഫിലിമിൽ അഭിനയിക്കുന്ന പോലെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതാണ് നമ്മുടെ റൂമല്ല കേട്ടോ, റൂമിൽ പോകുന്ന വഴി. ഇവിടെ ക്യാരംസ് ഉണ്ട്, പിന്നെ പുറത്ത് തന്നെ ഒരു അടിപൊളി ബാൽക്കണി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് ആക്ച്വലി ഒരു വില്ലേജിൻ്റെ ഉള്ളിലാണ്. അത് മഞ്ഞുമലയാട്ടാ കാപ്പ. അത് മറ്റേ കൈലാസ് പർവ്വത് പോലെയില്ല വൈദ്യുത ഷേപ്പ് കാണുമ്പോൾ. ഇതല്ല, അത് അപ്പുറം അറ്റത്തുള്ളത് അത് അല്ലേ? ആണോ അമ്മ? അതൊന്നല്ല. അല്ല, ഫോട്ടോസ് കണ്ടത് നേപ്പാളിലല്ലേ അത്? അതെ. നല്ലൊരു അടിപൊളി ബാൽക്കണി ഉണ്ട്. അവിടെയാണ് പ്ലേ ഏരിയ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് റൂം കാണണ്ടേ ഗൈസ്? ഇത് റൂം കാണിച്ചു കൊടുക്ക്. How is it? Nice? കുഞ്ഞു റൂമാണ്, ബട്ട് സ്റ്റിൽ ഭയങ്കര രസമുണ്ട് കാണാൻ. കബേർഡെല്ലാം മരത്തിന്റെ, ഫുൾ ഇവിടെ എല്ലാം മരത്തിന്റെ പണികളാണ്. മരത്തിന്റെ ഒരു കബേർഡ്, പിന്നെ ഒരു കുഞ്ഞു വാഷ്റൂം. ഇവിടുത്തെ ലൈറ്റ്സ് ഇവിടെ കുളിക്കേണ്ട ഏരിയ വേറെ ഉണ്ട്. കുളിക്കാം. തോർത്തുകൾ, താഴെല്ലാം കുറച്ച് കുഞ്ഞു കുഞ്ഞു സമ്മർ ആയതുകൊണ്ട് പൂക്കൾ വരുന്നുണ്ട്. ആക്ച്വലി ഈ സ്നോ എന്താ അറിയോ, സ്നോ ഇങ്ങനെ ഈ പൂ വരാനുള്ള ഒരു വളമാണ് പോലും, അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കറക്റ്റ് ആണോ എന്ന് അറിയില്ല കേട്ടോ. സ്നോ, ഈ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ സ്നോ ഉണ്ടാവണം, എന്തെങ്കിലും പൂക്കൾ ഉണ്ടാവുള്ളൂ. സമ്മറിലാണ് പറഞ്ഞത്. അതിന്റെ തൊട്ട് താഴെ പ്ലേ ഏരിയ ഉണ്ട്. നമ്മളപ്പോൾ പ്ലേ ഏരിയയിൽ പോയി കളിച്ചു, പിന്നെ ഡിന്നർ കഴിച്ചു, കിടന്നു. കാരണം ഭയങ്കര തണുപ്പായിരുന്നു, എനിക്ക് തീരെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന്റെ ബാക്കി വ്ളോഗിന് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ സ്റ്റേ ട്യൂൺഡ് and subscribe, like and share. Bye.